ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, അമേരിക്കൻ സിറ്റി ബാങ്കിനെ വിറപ്പിച്ച ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു. അവരാ കൊള്ളക്കാരൻ്റെ കാലിൽ വീണ് അവൻ്റെ ഡിമാൻഡുകളെല്ലാം സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇത് ശരിക്കും നടന്ന കഥയാണ്. 1962 അങ്ങനെ ഒരു അപാര കൊള്ളനായകന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2022 റിലീസ് ചെയ്ത എ മാൻ ഓഫ് ആക്ഷൻ. ഇതൊരു സ്പാനിഷ് മൂവിയാണ്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം. നമ്മുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വത്തുകുട്ടികളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1962 പാരീസിലെ എയർപോർട്ട്. അവിടേക്ക് ഒരു സ്ത്രീയും പുരുഷനും കാറിൽ വന്നിറങ്ങുന്നു. ഇതാണ് നമ്മുടെ കഥയിലെ നായകനും നായികയും. ഹീറോയുടെ കയ്യിലൊരു ബാഗുണ്ട്. അതും എടുത്ത് അവൻ ആരെയോ കാണാൻ പോവാണ്. ഈ സമയത്ത് ഹീറോയിൻ പുറത്ത് ആൾക്കാരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കാവും. ഒരുപാട് പോലീസുകാര് അവിടെ വട്ടം കറങ്ങുന്നത് ഇവള് കാണും. ഉടനെ ഇവള് എയർപോർട്ടിനകത്തേക്ക് ചെല്ലുന്നു. നമ്മുടെ ആള് കാണാനുള്ള ആളെയും കണ്ട് തിരിഞ്ഞു വരുമ്പോഴാണ് ഹീറോയിൻ ആരോ പോലീസുകാർക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഹീറോയോട് പറയുക. എന്നാൽ ഇവര് നേരെ ചെല്ലുന്നത് വലിയൊരു പോലീസിന്റെ വായിലേക്കായിരിക്കും. ഹീറോ, അത് ഇൻസ്പെക്ടർ കൊസ്റ്റല്ലോ ആണ്, അയാൾക്ക് എന്നെ അറിയാം, അയാളുടെ കണ്ണീപ്പെടാതെ നമ്മൾ രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് ഓടാൻ തുടങ്ങും. പക്ഷെ കൊസ്റ്റല്ലോ ഇവരെ കണ്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്നറിയാതെ അവർ പകച്ചു നിൽക്കായിരിക്കും ചുറ്റും പോലീസുകാർ. അപ്പോഴാണ് ഹീറോയ്ക്കൊരു ബുദ്ധി തോന്നുന്നത്. പഠിക്കാൻ വന്നിരിക്കുന്ന സ്റ്റുഡൻസിനെ വിസിലടിച്ച് വിളിച്ചിട്ട് ഇവൻ കയ്യിലുള്ള പണം, ആ ബാഗ് നിറച്ചും പണമായിരുന്നു, അതിൽ ഒരുപാട് പണം എടുത്ത് മുകളിലേക്ക് വലിച്ചെറിയും. സോ ഈ എയർപോർട്ടിലുണ്ടായിരുന്ന യാത്രക്കാരും കുട്ടികളും എല്ലാവരും ഈ പണം പെറുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടി അടിയിടിയും ബഹളവുമായിരിക്കും. ഇതിനിടയിലൂടെ ഹീറോയും ഹീറോയിനും രക്ഷപ്പെടും. ഇൻസ്പെക്ടർക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ 20 വർഷങ്ങൾക്ക് മുന്നേ അകലെ ദൂരെയായ ഒരു ഗ്രാമത്തില് ഒരു പയ്യൻ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കട്ടെടുത്തോണ്ട് ഓടാണ്. അവന് പുറകെ കൃഷിക്കാരൻ വരുന്നുണ്ടാവും, തോക്കും കൊണ്ട് വെടിവെച്ചിട്ട്. അയാളുടെ പിടിപ്പെടാതെ ഈ പയ്യൻ വീട്ടിലേക്ക് വരുന്നു. ആ ഭക്ഷണം ഉണ്ടാക്കി തന്റെ പെങ്ങളെ കൂടെ അവൻ കഴിക്കുകയായിരിക്കും. ആ സമയത്ത് അച്ഛൻ ചുമയ്ക്കുന്ന ശബ്ദം കേൾക്കാം. അച്ഛന് തീരെ വയ്യ. അച്ഛൻ മോനെ അടുത്ത് വിളിച്ചിട്ട് പറയും, മോനെ, എനിക്ക് ഒരുപാട് വേദനിക്കുന്നു, ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല, നീയാണ് ഈ കുടുംബത്തിലെ മൂത്ത മകൻ, എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാം, അപ്പന് ഈ വേദനയിൽ നിന്നും ഒരു മോക്ഷം താ. അപ്പൻ തന്നെ കൊന്നുകളയാനാണ് മകനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ മകൻ അത് കഴിയുന്നില്ല. പിറ്റേന്ന് അവൻ ഒരു കത്തി എടുത്തിട്ട് അവരെ ഗ്രാമത്തിലുള്ള ബാങ്കിലേക്ക് ചെല്ലുന്നു. ഈ ബാങ്കുകാരന്, ബാങ്കിലെ മാനേജർക്ക് ഈ പയ്യന്റെ അച്ഛനെ, അതായത് ഹീറോയുടെ അച്ഛനെ അറിയാം. അച്ഛൻ എങ്ങനെയുണ്ട്, ഇപ്പൊ സുഖാണോ എന്ന് ചോദിക്കും മാനേജർ. മോൻ പറയും, അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സഹായിക്കണം. അതിനാ മാനേജർ, ഞാൻ പ്രാർത്ഥിക്കാം, മോൻ വീട്ടിലേക്ക് പോയിക്കോന്ന് പറയും. അപ്പൊ ഹീറോ, ഞങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥനയല്ല, പണമാണ്, അച്ഛന് മരുന്ന് വാങ്ങിക്കണം, ദയവ് ചെയ്ത് പണം തരൂ. അതിനാ മാനേജർ പറയും, എന്തേലും ഈട് വെക്കാതെ പണം തരാൻ പറ്റില്ല, ഇത് ബാങ്കാണ് മോനെ, അല്ലാതെ ചാരിറ്റി അല്ല. ഇവൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ആ പണം തിരിച്ചടയ്ക്കാന്ന് പറയുന്നുണ്ട്. എന്നാലും മാനേജർ വഴങ്ങുന്നില്ല. ഉടനെ ചെറുക്കൻ മറച്ചു വെച്ചിരുന്ന കത്തി പുറത്തേക്ക് കിടക്കും. അവൻ ആ കത്തി കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സ് നിറച്ചും പേടിയാ. ആ പേടി കൊണ്ട് അവൻ മൂത്രമൊഴിക്കുന്നു. ഇത് കണ്ട മാനേജർ, മോനെ നീ ചെറുപ്പാണ്, വീട്ടിലേക്ക് പോ, ഇമാതിരി തോന്നിയാസം കാണിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും, പൊയ്ക്കോ, വീട്ടിലേക്ക് പൊയ്ക്കോ. വേറെ വഴിയില്ലാതെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ പെങ്ങള് കരഞ്ഞുകൊണ്ട് വീടിന്റെ തിണ്ണയിലിരിപ്പുണ്ടാവും. സംഭവം വേദനിച്ച് അച്ഛൻ മരണപ്പെട്ടിരിക്കുകയാണ്. അയൽവാസികളുടെ സഹായത്തോടെ അച്ഛൻ ഇവരെ അടക്കം ചെയ്യുന്നു. അച്ഛന്റെ അടക്കം കഴിഞ്ഞ ഉടനെ തന്നെ പെങ്ങള് വീട്ടുജോലിക്ക് വേണ്ടി പാരീസിലേക്ക് പോവാണ്. ഇവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. ഹീറോ, എന്നെ നിന്റെ കൂടെ കൊണ്ടുപോകുന്ന പെങ്ങളോട് പറയും. പെങ്ങള് പറയും, ഞാൻ വീട്ടുജോലിക്കാ പോകുന്ന, നിന്നിങ്ങനെ കൊണ്ടുപോകാനാ, നീ ആൺകുട്ടിയല്ലേ, മാത്രമല്ല മിലിറ്ററി സർവീസും ഉണ്ട്, ആ സർവീസ് കഴിയാതെ നിനക്ക് ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ആ രാജ്യത്തൊക്കെ യുദ്ധം നടക്കുന്ന സമയമാണ്. കുടുംബത്തിലെ ഒരാൺകുട്ടി തീർച്ചയായിട്ടും സർവീസിന് പോകണം. സർവീസ് കഴിഞ്ഞതിന് ശേഷം നീ എന്നെ വന്ന് കാണും, ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ പെങ്ങളെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ഹീറോ 10 വർഷം മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നുണ്ട്. സർവീസ് തീരുന്നതിന് മുന്നേ തന്നെ അവൻ എങ്ങനെയോ അവിടെ നിന്ന് ചാടി ഇപ്പോൾ പാരീസിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ചന്തമുള്ള പെമ്പിള്ളേരൊക്കെ അവനെ നോക്കുന്നുണ്ട്. ആള് സ്മാർട്ടായി പെരുത്ത് വളർന്നിരിക്കുന്നു. നേരെ ചെല്ലുന്ന പെങ്ങളുടെ അടുത്തേക്കാണ്. പെങ്ങള് ഹീറോയെ കണ്ട ഉടനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് മിലിറ്ററിയിൽ നിന്ന് ഓടിയെന്നുള്ള കാര്യം പെങ്ങളോട് പറയും. ഇവനും കൂട്ടുകാരെല്ലാം ചേർന്ന് മിലിറ്ററി സാധനങ്ങൾ അടിച്ചു മാറ്റാൻ തുടങ്ങി. കൂടുള്ള ഒരാൾ ഒറ്റിയപ്പോൾ പട്ടാളക്കാർ ഇവരെല്ലാം അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഈ കള്ളന്മാരായിരുന്ന പയ്യന്മാരെല്ലാം ക്യാമ്പിൽ നിന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഹീറോ നേരെ പെങ്ങളടുത്തേക്കും വന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെങ്ങളെ ഭർത്താവ് വരുന്നത്. അവർ തമ്മിൽ പരിചയപ്പെടും. ഹീറോ, എനിക്കൊരു ജോലി കിട്ടുമോയെന്ന് അളിയനോട് ചോദിക്കുന്നു. അപ്പോൾ അളിയനാണെങ്കിൽ സംശയമുണ്ട്, ഇവനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നളിയൻ ഭാര്യയോട് ചോദിക്കും. പിന്നെന്താ, ഇവനെൻ്റെ സഹോദരനല്ലേ, എന്തേലും ജോലി റെഡിയാക്കി കൊടുക്കും. ശരി, നോക്കാന്ന് പറയും അളിയൻ.
എന്നിട്ട് കെട്ടിടപ്പണിക്ക് കല്ല് ചുമക്കുന്ന ഒരു ജോലി ഹീറോയ്ക്ക് റെഡിയാക്കി കൊടുക്കുന്നു. ഹീറോ ആണെങ്കിൽ ജോലി കയറിയ ആ സമയം മുതൽ ഭയങ്കരമായ ഹാർഡ് വർക്കാണ്. ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ഒരുപാട് കല്ലുകൾ ചുമന്ന് കൊണ്ടുപോയിടും. ഇത് ഒരുത്തം മാത്രം ഇങ്ങനെ പട്ടിപ്പണി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പോൾ ഒരു മൂത്ത ആശാരി വന്നിട്ട് ഹീറോയോട് പറയാണ്, മോനെ, സന്ധ്യ ആവാൻ ഇനി ഒരുപാട് സമയമുണ്ട്. നീ ഇപ്പം തന്നെ ഇത്രയും കല്ലുകൾ പെറുക്കി കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഞങ്ങളെന്താ വിചാരിക്കുക? നീ പെട്ടെന്ന് ക്ഷീണിക്കും, കുറച്ച് കൊണ്ടുപോയാൽ മതി എന്ന് പറയും. ഇവൻ കേൾക്കുന്നില്ല. ഞാൻ തുടരെ പണി എടുത്തില്ലെങ്കിലാണ് ക്ഷീണിക്കുക, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ വണ്ടി തള്ളാണ്. ഉടനെ മൂത്താശാരി വണ്ടി ചവിട്ടി മറിച്ചിട്ടിട്ട്, ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ആ നിയമങ്ങൾ ഞങ്ങൾ മൂത്തവരാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് നീ അനുസരിക്കണം എന്ന് പറയും. ഉടനെ നമ്മുടെ ചെറുക്കൻ ഒരു ഇഷ്ടിയാക്കട്ട കയ്യിലെടുത്ത്, താൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്തോ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുള്ളൂ, നിന്റെയൊക്കെ നിയമങ്ങൾ എനിക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. ഇതും പറഞ്ഞ് അവൻ പണി തുടരും. അപ്പോൾ ഈ മൂത്ത ആശാരിമാർക്ക് മനസ്സിലായി, ആള് ലേശം ഒറ്റ ബുദ്ധിക്കാരനാണ്, ആരും പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല, അടിയുണ്ടാക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാവും. സോ അങ്ങനെയുള്ളവനെ വെറുതെ വിട്ടേക്കാം, അവൻ്റെ അടുത്ത് വഴക്കിന് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പ്രശ്നം ഉണ്ടാക്കാതെ ജോലി തുടർന്ന് ചെയ്യുന്നു. ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ മൂത്ത ആശാരിമാർ തമ്മി സംസാരിക്കുകയായിരിക്കും. താൻ ഏത് പാർട്ടിക്കാരനാ, നീ ഏത് പാർട്ടിക്കാരനാണെന്ന്. ഒരാൾ പറയും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന്, മറ്റേ ആൾ പറയും ഞാൻ സിൻഡിക്കലിസ്റ്റ് പാർട്ടിയാണെന്ന്. എന്നിട്ട് ഇവർ നമ്മുടെ ഹീറോയോട്, ലൂസിയോട് ചോദിക്കുകയാണ്, നീ ഏത് പാർട്ടിക്കാരനാണെന്ന്. അവൻ പറയും എനിക്കറിയില്ല, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്ന്. ഇത് കേട്ട് അതിലെ മൂത്ത തല അങ്ങേര് പറയാണ്, നീ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് അല്ല, കാരണം നിയമങ്ങൾ നിനക്ക് ഇഷ്ടമല്ല, നിനക്കൊരു ബോസ് ഉള്ളതും നിനക്കിഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ നീ അനാർക്കിസ്റ്റാണ്. അനാർക്കിസ്റ്റോ? അതെന്താ സാധനം? ഇതവൻ ചോദിക്കുമ്പോൾ തന്നെ അടുത്ത സീനിലേക്ക് പോകുന്നു. നമ്മുടെ കെട്ടിടപ്പണിക്കാർ മൂത്ത ആശാരിമാരെല്ലാം കുറെ അച്ചടിച്ച നോട്ടീസുകൾ ഒരു ക്ലബിന് താഴെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ടാവും. അവിടെ വെച്ച് ഹീറോയോട് അതിലെ മൂത്ത ആശാരി ചുവരിലെ ഓരോരുത്തരുടെ പടം കാണിച്ചിട്ട് അവരുടെയൊക്കെ പേര് പറഞ്ഞു കൊടുക്കും. ബക്കുനിൻ, പ്രോദ്യോൻ, ക്രോപ്ടോക്കിൻ, ഇവർ 3 പേരുമാണ് അനാർക്കിസം ഉണ്ടാക്കിയത്. അതിന് റിലീജിയനോ സ്റ്റേറ്റോ കാസ്റ്റോ ഒന്നുമില്ല. ഫ്രീഡം, വർക്ക്, കളക്ടിവിസം, ഇത് മാത്രമേ ഉള്ളൂ. പണമാണ് ഹ്യൂമാനിറ്റിയിലുണ്ടായ വലിയ സാത്താൻ. അതാണ് എല്ലാത്തിലും വിഷം കലർത്തുന്നത്. പണമാണ് മനുഷ്യനെ വേർതിരിക്കാൻ തുടങ്ങിയത്, പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും. അതിന് പ്രധാന കാരണം ബാങ്കുകളെല്ലാം ആൾക്കാരെ പറ്റിച്ച് പണം കളക്ട് ചെയ്ത് മനുഷ്യരിൽ ഈക്വാലിറ്റി ഇല്ലാതാക്കി. അതിനെ എതിർക്കാൻ ഡയറക്റ്റ് ആക്ഷനാണ് വേണ്ടത് ബാങ്കുകൾക്കെതിരെ. നമ്മുടെ കൂട്ടത്തിലെ ഒരു കോമ്രേഡ്, ക്യൂക്കോ എന്ന പോരാളി, അങ്ങേര് ബാഴ്സലോണയിലെ ഒരു ബാങ്ക് കൊള്ളയടിച്ച് 50,000 പെസറ്റാസ് ഉണ്ടാക്കി. അതാണ് ഡയറക്റ്റ് ആക്ടിവിസം. നീ ഒരുപാട് പഠിക്കാനുണ്ട്, മുതലാളിത്തം വേണ്ട, അതോറിറ്റി വേണ്ട, അത് നീ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നീയും ഒരു അനാർക്കിസ്റ്റാണ്. ഇതിങ്ങനെ മൂത്താശാരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസുകാര് ബാക്കിയുള്ള മേസ്തിരിമാരെ, ഈ നോട്ടീസ് വിതരണം ചെയ്യുന്ന മേസ്തിരിമാരെ തല്ലുന്നുണ്ടാവും. ഹീറോ ഓടിച്ചെന്ന് അവരെ രക്ഷപ്പെടുത്തുന്നു. ഈ പോലീസുകാരുമായിട്ട് അടിയുണ്ടാക്കുന്നുണ്ട്. അതിലെ ഒരു പോലീസുകാരൻ ഹീറോയുടെ മണ്ട തല്ലി പൊളിക്കും. അപ്പോഴേക്കും കൂട്ടുകാർ കാർ എടുത്തുകൊണ്ട് വന്ന്, ആ മേസ്തിരിമാരനെ കാർ എടുത്തുകൊണ്ട് വന്ന് ഹീറോയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. തലേന്ന് രക്തം ഒലിക്കുന്നുണ്ടാവും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്ക് കട്ടിയുള്ള തലയോട്ടിയാ, കുറെ അടിയൊക്കെ ഞാൻ താങ്ങുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ ചോദിക്കും, ആ പോലീസുകാരെന്താണ് നിങ്ങളോട് പറഞ്ഞ്? എനിക്ക് മനസ്സിലായില്ല. അതിന് മൂത്താശാരി, നീ പാരീസിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രഞ്ച് പഠിക്കണം എന്ന് പറയും. അങ്ങനെ ഹീറോ ഫ്രഞ്ച് ക്ലാസ്സിന് പോകുന്നുണ്ട്, ലാംഗ്വേജ് ക്ലാസ്സിന്. ആ സമയത്താണ് ഈ മൂത്താശാരി വന്ന്, ലൂസിയോ, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം എന്ന് പറയുക. സംഭവം, ഈ മൂത്താശാരി ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അയാളെ ഹീറോയുടെ മുറിയിൽ പാർപ്പിക്കണം. ആശാരി കൊണ്ടുവരുന്നു. എന്നിട്ട് ഹീറോയോട്, അയാൾക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറയും. ശരിയെന്നും പറഞ്ഞ് ഹീറോ അയാളെയും വിളിച്ചുകൊണ്ട് വരികയാണ് തന്റെ മുറിയിലേക്ക്. ഡോറ് തുറക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് കത്തിയെടുത്ത് നീട്ടും. എന്നിട്ട് സൂട്ട് കേസ് എടുത്തോ, കയ്യിലെടുത്തോ, ഡോറ് തുറന്ന് അകത്തേക്ക് കയറി, ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. ഇവനൊന്നും മിണ്ടാതെ സൂട്ട് കേസ് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ തൊപ്പിക്കാരൻ ഇവന്റെ റൂമെല്ലാം ചെക്ക് ചെയ്തിട്ട്, നീ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളോ എന്ന് ചോദിക്കും. ഹീറോ അതേന്ന് പറയാണ്. അപ്പൊ ഈ തൊപ്പിക്കാരൻ, ഒരിക്കലും ഒരു അപരിചിതനെ വിശ്വസിക്കാൻ പാടില്ല, മനസ്സിലായോ? ആ പാഠം നിന്റെ മനസ്സിലിരിക്കട്ടെ എന്നും പറഞ്ഞ് തന്റെ പെട്ടി തുറന്ന് അതിൽ ആയുധങ്ങൾ ഒരു ഭാഗത്തേക്ക് ഒളിച്ചു വെക്കണമെന്ന് പറയും. ഈ ആയുധങ്ങൾ കണ്ട ഹീറോ പേടിച്ചിട്ട്, നിങ്ങൾ ആരാണ്, എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് പുള്ളിക്കാരൻ പറയാ, ഞാൻ ക്യൂക്കോ സെബാസ്റ്റ്യൻ, എനിക്കിവിടെ ജോലിയുണ്ട്, കുറച്ച് നാള് ഞാൻ നിന്റെ കൂടെ ആയിരിക്കും താമസിക്കുക, എന്തേലും കഴിക്കാനുണ്ടാവുമോ? ഹീറോ പറയും, കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും ഉണ്ട്, ഞാൻ എന്തേലും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. പുള്ളിക്കാരൻ ചിരിച്ചിട്ട്, കുഴപ്പമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് പുള്ളി നല്ല രീതിയിൽ പാചകമൊക്കെ ചെയ്ത് ഹീറോയ്ക്ക് കൊടുക്കുന്നു. പുള്ളിയും കഴിക്കുന്നു. ഹീറോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം എന്ന് ചോദിക്കുമ്പോൾ ക്യൂക്കോ പറയും, ഒരു പെണ്ണില്ലാതെ യാത്രയിലൂടെ നീ ജീവിക്കുകയാണെങ്കിൽ എല്ലാം നീ പഠിച്ചോളും. അപ്പൊ ഹീറോ, നിങ്ങൾ ശരിക്കും 50,000 പെസ്താസ് ബാങ്കിൽ നിന്ന് കൊള്ളിയടിച്ചിരുന്നോ? അത് സത്യമാണോ? ക്യൂക്കോ പറയും, പത്രത്തിൽ കാണുന്ന എല്ലാം വിശ്വസിക്കാൻ പാടില്ല, ഈ ബാങ്കേഴ്സ് ലോക ഉടായ്പുകാരാ, 30,000 മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ,
ഞാൻ അതാണ് എടുത്തത്. പക്ഷെ അവര് അത് 50,000 ആക്കി. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ പണം ഇൻഷുറൻസ് നിന്ന് കിട്ടുമല്ലോ, അതിനു വേണ്ടി. അപ്പൊ ഹീറോ പറയും, അതെ, ഞാൻ ഒരു തവണ പള്ളിയിൽ നിന്ന് 2-3 ബ്രെഡ് അടിച്ചു മാറ്റിയിരുന്നു. എന്നാൽ പള്ളിയിലച്ഛൻ പറഞ്ഞത് ഒരു ഡസൻ ബ്രെഡ് പോയിന്നാ. പുള്ളിക്കാരൻ എന്നെ പറ്റിച്ചു. ക്യൂക്കോ ചിരിച്ചിട്ട്, അപ്പൊ നീ ഒരു മാൻ ഓഫ് ആക്ഷൻ ആണല്ലേ, ശരി നോക്കാം, നിനക്ക് എത്ര കഴിവുണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിറ്റേന്ന് ക്യൂക്കോ നമ്മുടെ ഹീറോ ലൂസിയനെയും വിളിച്ചിട്ട് മറ്റൊരു ബാങ്കിലേക്ക് പോകുന്നുണ്ട്. 2 തൊപ്പിയും വെച്ച് ഇവര് ബാങ്കിന് വെളിയിൽ കാവലിരിക്കുന്നു. 2 പേരും കൂടി ബാങ്ക് കൊള്ളയടിക്കാൻ പോവാണ്. നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, കുറച്ച് നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. അതിന് ക്യൂക്കോ ആദ്യ തവണ നെർവസ് ആയിരിക്കും, പിന്നീട് ശരിയാവുമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇതെന്റെ ആദ്യ തവണയല്ല, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്റെ നാട്ടിലെ ബാങ്ക് കവരാൻ നോക്കിയതാ. എന്റെ അച്ഛന് സുഖമില്ലായിരുന്നു, എനിക്ക് പണം വേണമായിരുന്നു, പക്ഷെ അതത്ര രസത്തിലായിരുന്നില്ല അവസാനിച്ചത്. അത് കേട്ട് ക്യൂക്കോ പറയും, പേടിക്കണ്ട, ഇപ്രാവശ്യം നിന്റെ അച്ഛന് വേണ്ടിയാണ് നമ്മൾ അവിടുന്ന് പണം എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ കൊള്ളയടിക്കാൻ പോവുമല്ല, നമുക്ക് അവകാശപ്പെട്ട പണം നമ്മൾ എടുക്കാൻ പോകുന്നു, നമ്മുടെ പണമാണത്, ഓക്കെ അല്ലേ എന്ന് പറയുമ്പോൾ ഹീറോ ഓക്കെ ആണെന്ന് പറയും. 2 പേരും കൂടി മുഖംമൂടിയും ധരിച്ച് തൊപ്പിയും വെച്ചിട്ട് ബാഗിനകത്തുള്ള തോക്കും എടുത്ത് നേരെ ബാങ്കിനകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ ക്യൂക്കോക്കും ഫ്രഞ്ച് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഹീറോയോട് ചോദിക്കും, എല്ലാവരും നിലത്തിരിക്കാൻ ഫ്രഞ്ചിൽ എങ്ങനെയാണ് പറയാന്ന്. ഹീറോയ്ക്കും അറിയാൻ പാടില്ല. ഹീറോ തോത്തേലെന്റെ മൊണ്ട സോൾ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു കൊടുക്കും. ഈ സാധനം ക്യൂക്കോ പറയുന്നുണ്ട്, അവിടെ ഉള്ളവർക്കൊന്നും മനസ്സിലാവില്ല. എല്ലാവരും മിഴിച്ചു നിൽക്കുമ്പോൾ എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ക്യൂക്കോ തോക്കെടുത്ത് മുകളിലേക്ക് വെടിവെക്കാൻ തുടങ്ങും. അത് കാണുമ്പോൾ എല്ലാവരും പേടിച്ച് നിലത്തേക്ക് ഇരിക്കുന്നു. ഉടനെ ക്യാഷ്യറുടെ അടുത്തേക്ക് ചാടിപ്പോയ ക്യൂക്കോ തന്റെ ബാഗിനകത്തേക്ക് പണം വാരി നിറയ്ക്കാൻ പറയും. പക്ഷെ അവിടുത്തെ സീനറികളൊക്കെ കണ്ടത് ഹീറോ ആണെങ്കിൽ പഴയതുപോലെ തന്നെ പേടിച്ച് മൂത്രമൊഴിച്ചു. ഈ മൂത്രമൊഴിപ്പ് കണ്ട ക്യൂക്കോ ഓടി വന്ന് ഹീറോയോട്, പേടിക്കാതെ, നമ്മളല്ല കൊള്ളക്കാര്, ഈ ബാങ്കുകാരാണ്, അവരാണ് കള്ളന്മാര്, നമ്മുടെ പണം എടുത്തു വെച്ചിരിക്കുന്ന കള്ളന്മാര്. കൗണ്ടറിന് പുറകിലേക്ക് പോയി അവിടെയുള്ള ആൾക്കാരെ മിരട്ടി പണം തട്ടി വാങ്ങിയെന്നും പറഞ്ഞ് ക്യൂക്കോ ഹീറോയെ പറഞ്ഞോടും. ഹീറോ കൗണ്ടറിന്റെ അപ്പുറത്ത് ചെന്ന് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പണം ബാഗിലേക്ക് വാങ്ങിച്ചിടും. എന്നിട്ട് തിരിച്ച് സ്റ്റൈലായി ഓടി വന്ന് ടേബിളിന്റെ മണ്ടയെ കൂടെ ചാടി ലാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ കാല് സ്ലിപ്പായി തോക്കും തെറിച്ചു പോയി. മറ്റൊരു കൗബോയ് അവിടെ കിടപ്പുണ്ടാവും. പുള്ളിക്കാരൻ നൈസായി ആ തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ക്യൂക്കോ അവന്റെ കാലി ചവിട്ടി, ശ്രമിച്ചാൽ ഞാൻ നിന്നെ തീർത്ത് കളയെന്ന് പറഞ്ഞ് മിരട്ടുക. എന്നിട്ട് വാടാ മോനെ, പെട്ടിയെടുത്തോ, നമുക്കിപ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഹീറോയും വിളിച്ച് പണം എടുത്ത് ഇവർ പെട്ടെന്ന് തന്നെ ബാങ്കിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. എന്നിട്ട് മുഖംമൂടിയെല്ലാം മാറ്റി, പേടിക്കണ്ട, എല്ലാം കഴിഞ്ഞു, റിലാക്സ് ആയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു ടാക്സി എടുത്ത് ഇവരവിടെ നിന്ന് എസ്കേപ്പായി. നേരെ ഹീറോയുടെ മുറിയിലേക്കാണ് വരുന്നത്. അവിടെ തന്നെ പണവും ആയുധവും ഇവരെ ഒളിച്ചു വെക്കുന്നു. ഹീറോ പറയും, എന്റെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു, പോരാത്തതിന് ഞാൻ മൂത്രം ഒഴിച്ചു, എനിക്ക് നടക്കില്ല, ഈ ബാങ്ക് കൊള്ളയടിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് നടക്കില്ല. ക്യൂക്കോ പറയും, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നീ നല്ല രീതിക്കാണ് ചെയ്ത്, അടുത്ത തവണ മേശയൊന്നും ചാടി കടക്കാൻ ശ്രമിക്കേണ്ട, സിനിമയിലെ പോലെ സാധാരണ മനുഷ്യന്മാരെ പോലെ ഡോറ് തുറന്ന് ഇറങ്ങി വന്നാൽ മതി. ഹീറോ ചിരിക്കും. അത് കഴിഞ്ഞ് ക്യൂക്കോ പറയും, നമ്മൾ അടിച്ചു മാറ്റുന്ന പണം 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയാണ് നമ്മൾ പണം അടിച്ചു മാറ്റുന്നത്. ആദ്യത്തെ ഡിവിഷൻ ലോക്കൽ അനാർക്കിസ്റ്റ് പ്രവർത്തകർക്കാണ്. സെക്കൻഡ്, ജയിലിൽ കിടക്കുന്ന നമ്മുടെ പ്രവർത്തകർക്കും അവരുടെ കുടുംബത്തിനും. 3ാമത്തെ പങ്കാണ് നമ്മുടെ ചെലവിനുള്ളത്. ഇനി നമുക്ക് ടാക്സി പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് അൺപ്രൊഫഷണലാണ്. നമുക്ക് തന്നെ ഒരു കാറും ഡ്രൈവറും വേണം. ഹീറോ, എന്റെ കയ്യിലൊരു ഡ്രൈവർ ഉണ്ടെന്ന് പറയും. അത് മറ്റാരുമല്ല, നമ്മുടെ മേസ്തിരി. ഹീറോയോട് ആദ്യം വഴക്കിട്ടില്ലേ ആ മേസ്തിരി. പുള്ളിക്കാരൻ ഒരു ബാങ്കിന് മുന്നിലായിട്ട് കാറും വെച്ച് കാത്തിരിക്കാവും. അപ്പോൾ ഒരു പോലീസുകാരൻ വന്ന്, സാർ ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്ന് മാറ്റിയിടുമെന്ന് ചോദിക്കും. മേസ്തിരി പറയും, ഓ ഇപ്പൊ തന്നെ മാറ്റാം, എന്റെ ആൾക്കാർ അകത്തേക്ക് പോയിട്ടുണ്ട്, 1 മിനിറ്റിൽ അവർ പുറത്തേക്ക് വരുന്നു പറയും. അപ്പോഴാണ് മുഖം മൂടിയിട്ടിട്ട് തോക്കുമായി ഹീറോയും കൂക്കോയും അങ്ങോട്ട് ഓടി വരുന്നു. മേസ്തിരി പോലീസിനെയും തട്ടി മാറ്റി ഇവരെയും കയറ്റി കാറ് വേഗത്തിൽ ഓടിച്ച് രക്ഷപ്പെടാണ്. പക്ഷെ പോലീസുകാരൻ വിട്ടില്ല, പുറകിന്ന് തോക്കുകൊണ്ട് ഇവരെ വെടിക്കുകയും ചെയ്തു. ഉടനെ ഇൻഫർമേഷൻ ചുറ്റുമുള്ള എല്ലാ പോലീസുകാർക്കും പാസും ചെയ്തു. സോ ഇവർക്ക് ചുറ്റും പോലീസുകാരായി. കാർ ഓടിച്ച് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. ഒരു പോലീസ് വണ്ടി പുറകെ തന്നെ ഉണ്ട്. ക്യൂക്കോ തോക്കെടുത്ത് ആ പോലീസുകാരുടെ കാറിന്റെ ടയറിലേക്ക് വെടിവെക്കും. ഹീറോ പറയുന്നുണ്ട്, ആൾക്കാർക്ക് കൊള്ളല്ലേ എന്ന്. ഇവർ ആക്ടിവിസ്റ്റുകളാണെങ്കിലും ആൾക്കാരെ കൊല്ലാനോ ഉപദ്രവിക്കാനോ വിചാരിക്കുന്നില്ല. പണം തട്ടിയെടുക്കണം, എന്നിട്ട് പോരാടണം ഗവൺമെന്റിനെതിരെ. അങ്ങനെ എങ്ങനെയൊക്കെയോ പോലീസുകാരെ പറ്റിച്ച് അവർ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഗജഗംഭീരനായ ഒരു ഇൻസ്പെക്ടറെ കാണിക്കുന്നു. ഇങ്ങേരാണ് ഇൻസ്പെക്ടർ കൊസ്റ്റല്ലോ. ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു PC വന്നിട്ട്, സർ ഇന്നൊരു ബാങ്ക് റോബറി നടന്നിട്ടുണ്ട് 6ാമത്തെ ഡിസ്ട്രിക്റ്റിൽ. വിറ്റ്നസ് പറയുന്നത് അവർക്ക് ഫോറിൻ ആക്സെന്റ് ആയിരുന്നു എന്നാണ്, വേറെ രാജ്യത്തെ മൊഴിയും സ്ലാങ്ങും. കൊസ്റ്റല്ലോ ഉടനെ ആ കൊള്ളയടിക്കപ്പെട്ട ബാങ്കിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ സെക്യൂരിറ്റി പോലീസുകാരനാണ് വിറ്റ്നസ് ആയിട്ടുള്ളത്. 2 പേരാണ് സാർ, സ്പാനിഷ് ആക്സെന്റ് ആയിരുന്നു അവർക്ക്. അകത്ത് കയറി കൊള്ളയടിച്ച് ഒരു ഡ്രൈവറെ സഹായത്തോടെ അവർ രക്ഷപ്പെട്ടു. സ്പാനിഷ് ആക്സെന്റാന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊസ്റ്റല്ലോയ്ക്ക് മനസ്സിലായി അത് സ്പാനിഷ് അനാർക്കിസ്റ്റുകളുടെ ടീമാണെന്ന്. നിങ്ങൾക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ബാങ്കിലുള്ള ആൾ പറയും, അവര് മുഖത്ത് മുഖംമൂടി അണിഞ്ഞിരുന്നു,
എന്നാൽ അവരുടെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അത് കേട്ട് കൊസ്തല്ലോ, പേടിക്കണ്ട, ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞാൽ മതി. ആൾക്കാരിപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം, എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. ഈ സമയത്ത് ക്ലബിൽ മീറ്റിംഗ് ആയിരിക്കും, സ്പാനിഷ് വർക്കേഴ്സിന്റെ മീറ്റിംഗ്. അവർക്ക് ഈ രാജ്യത്ത് പാരീസിൽ ഫ്രീഡമോ ആധാർ കാർഡോ ഒന്നുമില്ല. അപ്പൊ അതിനെതിരെയും കൂടി ഇവർ പോരാടിക്കൊണ്ടിരിക്കുകയാവും. മീറ്റിംഗിൽ പലരും പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ജോലി വേണം, സെക്യൂരിറ്റി വേണം, റെവല്യൂഷൻ വേണം. ഈ നാട്ടിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒരു രണ്ടാം കിട പൗരന്മാരായിട്ടേ കാണുന്നുള്ളൂ. ഇത് കേട്ട് ലൂസിയ പറയും, നമ്മൾ ഈ സംസാരം നിർത്തി ആദ്യം ആക്ഷനിലേക്ക് ഇറങ്ങണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈക്വാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. എല്ലാവരും കൈയടിക്കും. ഈ സമയത്താണ് പോലീസ് പടം അങ്ങോട്ട് വരുന്നത്. പോലീസ് എത്തി എല്ലാവരും പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അവിടെ കൂടിയിരുന്ന എല്ലാവരും പല ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങും. അപ്പൊ ക്യൂക്കോ ലൂസിയോ ഈ വഴി വരുമെന്ന് പറഞ്ഞ് മറ്റൊരു വഴി കൂടെ ഹീറോയെയും വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ക്യൂക്കോ രക്ഷപ്പെട്ടെങ്കിലും ഹീറോ പോലീസിന്റെ കയ്യിൽ. പോലീസുകാർ പിടിച്ചവരെയെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് മുഖംമൂടി ധരിപ്പിച്ചിട്ട് ഇവരെ പിടിച്ച എല്ലാ അനാർക്കിസ്റ്റുകളെയും നിരത്തി അവരെ കൊണ്ട് ഫ്രഞ്ചിൽ എല്ലാവരും നിലത്തിരിക്കൂ എന്ന് പറയിപ്പിക്കും. അന്ന് കൊള്ളയടിച്ചവര് പറഞ്ഞ അതേപോലെ. എന്നിട്ട് ബാങ്കിലെ സ്റ്റാഫുകളെ അവർക്ക് മുന്നിൽ നിരത്തിയിരുത്തിയിട്ടുണ്ട്. അവരെ കണ്ടുപിടിക്കണം. അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി അവസാനം ഹീറോ വരുന്നു. ഹീറോയും പറയും ഫ്രഞ്ചിൽ എല്ലാവരും നിലത്തിരിക്കുകയെന്ന്. അപ്പൊ ഇൻസ്പെക്ടർ ഒന്നുകൂടി ഉറക്കെ പറയാൻ പറയും. അവൻ ഉറക്കെ പറയുന്നു. ഈ ബാങ്ക് മാനേജർ കണ്ടുപിടിക്കും, ഇവൻ തന്നെയാണ്. ഏകദേശം ഇവന്റെ അതേ ശബ്ദത്തിലായിരുന്നു അന്നത്തെ കൊള്ളക്കാരൻ പറഞ്ഞത്. ഉടനെ കൊസ്തല്ലോ വന്ന് ഹീറോയോട് നിന്റെ പേരെന്താന്ന് ചോദിക്കും. ഹീറോ ലൂസിയോ ഉർബത്യ എന്ന് പറയുന്നു. അധികം വൈകാതെ കൊസ്തല്ലോ തന്റെ പോലീസുകാരെയും കൂട്ടി ഹീറോയുടെ വീട്ടിലേക്ക് വന്ന് സെർച്ച് ചെയ്യും. നീ ഇപ്പൊ തന്നെ കൺഫസ് ചെയ്തോ, എന്നിട്ട് ആ പണം തിരികെത്താ, നിന്റെ സെന്റൻസ് വേണമെങ്കിൽ കുറയ്ക്കാം എന്ന് കൊസ്തല്ലോ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ തന്റെ കൈകൾ വിരിച്ചു കാണിച്ചിട്ട് ഞാനൊരു ബിൽഡറാണ്, ഞാനൊരു കയ്യാള് പണിക്കാരനാണ്, എന്റെ കൈയും കാലും മോന്തയും കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഞാൻ കൊള്ളക്കാരനല്ല, അല്ലാന്ന് എന്നെ തറപ്പിച്ച് പറയാം. ഈ സമയത്ത് പോലീസുകാർക്ക് അടച്ചുവെച്ച അടുപ്പിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ നേക്കഡ് മാഗസീൻസ് ആയിരിക്കും. മാഗസീൻ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാ സാറേ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാണ് ഹീറോ. ഭാഗ്യത്തിന് പോലീസുകാർക്ക് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. സോ അവർക്ക് ലൂസിയോനെ റിലീസ് ചെയ്യാതെ വേറെ വഴിയില്ല. എന്നാൽ കൊസ്തല്ലോ പറയുന്നുണ്ട്, നീ തന്നെയാണ് കള്ളനെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ പിടിക്കാതെ വിടില്ലാന്ന്. റിലീസായ ഹീറോ നേരെ തന്റെ ദോസ്ത് പണിക്കാരടുത്തേക്ക് വരുന്നു. ക്യൂക്കോ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, ഞങ്ങളെല്ലാരും കൂടി തോക്കും പണവും മാറ്റിവെച്ചു, അത് കഴിഞ്ഞ് ക്യൂക്കോ എങ്ങോട്ടാ പോയെന്നറിയില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ മുതിർന്ന മേസ്തിരി, കണ്ടോടാ നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നു, പോലീസുകാരിപ്പം നമ്മുടെ പുറകെയുണ്ട്. ക്യൂക്കോ അവന് കുടുംബമോ കുട്ടികളോ ഒന്നുമില്ല, അവൻ കൊള്ളയടിച്ച് നടക്കുന്നു, അവന് ഫ്യൂച്ചറിനെ കുറിച്ച് ആവലാതിയില്ല. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾ ഇതിലേക്ക് വലിച്ചഴക്കരുത്. നീയും ക്യൂക്കോടെ പുറകെയാണ് പോകുന്നതെങ്കിൽ നിനക്കും ഇതേ അവസ്ഥയായിരിക്കും, ഒന്നുകിൽ ജയില് അല്ലെങ്കിൽ തലയിൽ ബുള്ളറ്റ്. എന്താ വേണ്ടെന്ന് നീ തീരുമാനിച്ചോ. ഹീറോ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പോകുന്ന വഴിക്ക് ഒരു കാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ കാറിനകത്ത് ക്യൂക്കോ ഉണ്ടാവും. ക്യൂക്കോ ഇവനെ വിളിച്ചുകൊണ്ടുപോയി പുതിയ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഹീറോ പറയും, വേണ്ട, ഇത് ക്യൂബയല്ല, ഇവിടെ ഗൺ പോയിന്റിൽ നിർത്തി നമുക്ക് ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ പറ്റില്ല, എല്ലാ സമയത്തും രക്ഷപ്പെടണമെന്നില്ല, ഇവിടെ ഒരുപാട് പോലീസുകാരുണ്ട്, അവരുടെ കയ്യിൽ നമ്മൾ കുടുങ്ങും. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ കൊള്ളയടിക്കൽ നിർത്തിയിട്ട് നമ്മുടെ സന്ദേശം നമുക്ക് നോട്ടീസ് അടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യാം, അതൊരു ആക്ടിവിസം അല്ലേ. അത് കേട്ട് ക്യൂക്കോ പറയും, നോട്ടീസ് ഒന്നും അടിച്ച് വിതരണം ചെയ്യാൻ ഞാനില്ല, എനിക്ക് ഇറങ്ങി ജോലി ചെയ്യണം, ഈ ഗവൺമെന്റിനെതിരെ അവരെ തലയിലടിച്ച് ആക്ടിവിസം ചെയ്യണം, ഞാൻ ആക്ഷന്റെ ആളാ, നീയും അങ്ങനെയാണ്, എന്റെ കൂടെ വാ, നമുക്ക് ബോർഡറിലേക്ക് പോവാം. അത് കേട്ട് ഹീറോ പറയും, ഇല്ല ക്യൂക്കോ, ഞാനൊരു കൊള്ളക്കാരനല്ല, എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് ജോലി ചെയ്യും. എന്നാൽ ക്യൂക്കോ അതിന് സമ്മതിക്കില്ല. ഞാൻ പോകുന്നു, നീ വന്നാലും ഇല്ലെങ്കിലും. എന്തായാലും ഈ കത്തി സമ്മാനമായിട്ട് വെച്ചോ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ, നമ്മൾ ഒരുമിച്ചടിച്ച കൊള്ള, ഇതെല്ലാം എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടാവും, ഒരുപാട് സന്തോഷമുള്ള നാളുകളാണ്, നീ എൻ്റെ സഹോദരനെ പോലെയാണെന്ന് ക്യൂക്കോ പറയുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് രണ്ടുപേരും പിരിയാണ്. അത് കഴിയുമ്പോൾ ഹീറോ തന്റെ ദോസ്തുമാരെ കൂടെ ഒരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവരുടെ സന്ദേശങ്ങളും ആവശ്യങ്ങളും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ. എന്നാൽ അതിനുവേണ്ടി ബാങ്കിൽ വന്ന് ലോൺ ചോദിക്കുമ്പോൾ ഈടില്ലാതെ ലോൺ തരാൻ പറ്റില്ല എന്ന് മാനേജർ പറയും. പോരാത്തതിന് ഹീറോ മാനേജർ ഒരു സിഗാർ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പുള്ളിക്കാരൻ പെട്ടി അടച്ചു വെക്കുന്നുണ്ട്. പുറം നാട്ടുകാർക്ക് ലോണില്ല, ഈടില്ലാതെ ഒരു ലോണും തരില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് ഇവരെ ഇറക്കി വിടുന്നു. ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹീറോയെ കാത്ത് കൊസ്തല്ലോ നിപ്പുണ്ടാവും. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, നീ തന്നെയാണ് കുറ്റക്കാരനെന്ന് സംശയമില്ലാതെ എനിക്ക് ഉറപ്പിച്ചറിയാം എന്ന് കൊസ്തല്ലോ പറയും. നീ ഇപ്പൊ കൊള്ളയടിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നാട്ടിൽ കൊള്ളയൊന്നും നടക്കുന്നുമില്ല. ഒരുപക്ഷെ നീ ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കും കൊള്ളയടിക്കാത്ത. നിന്റെ കൂട്ടുകാരനില്ലേ ക്യൂക്കോ, അവൻ എന്താ സംഭവിച്ചെന്നറിയണ്ടേ, പത്രം എടുത്ത് വായിച്ചു നോക്ക്, അവനില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ട ഹീറോ ഓടിച്ചെന്ന് പത്രം എടുത്ത് വായിച്ചു നോക്കുന്നു. ക്യൂക്കോ ബോർഡറിൽ വെച്ച് ബാങ്ക് കൊള്ളയടിക്കവേ പോലീസുകാരുടെ വെടിയേറ്റ്
മരണപ്പെട്ടു. ഇത് കണ്ട ഹീറോ വിഷമത്തിലാവുന്നു. അവന് പ്രതികാരം ചെയ്യണം. അവനുടനെ തന്റെ ബഡ്ഡി മേസ്തിരിയും വിളിച്ചുകൊണ്ടുപോയി അവര് മറച്ചു വെച്ചിരുന്ന ആയുധങ്ങളും പണം എടുക്കുന്നു. എന്നിട്ട് പിറ്റേന്ന് തന്നെ ടൗണിലെ ഒരു ബാങ്ക് ഇവർ കൊള്ളയടിക്കുന്നുണ്ട്, മുഖംമൂടിയൊക്കെ അണിഞ്ഞിട്ട്. സാധാരണക്കാരെ, പാവപ്പെട്ടവരെ ഇവർ ഉപദ്രവിക്കുന്നില്ല. ഒരു അപ്പൂപ്പന്റെ പണം അങ്ങേർക്കന്നെ തിരിച്ചു കൊടുക്കുന്നു. മാനേജറെ കയ്യിൽ നിന്ന് ഇന്നലെ കിട്ടാത്ത സിഗാർ അതിന്റെ പെട്ടിയോടെ എടുത്തിട്ട് കുറേയധികം പണം എടുത്ത് ഇവർ രക്ഷപ്പെടുന്നു. നേരെ ഒരു പ്രസ്സിലേക്ക് വന്ന് പ്രസ് ഓണർക്ക് പണം കൊടുത്ത് ഇവർ ആ പ്രസ് വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് പൊക്കം കുറഞ്ഞൊരു അമ്മച്ചി അവിടെ ജോലിക്കായിട്ട് നിൽപ്പുണ്ടാവും. എന്നെയും പറഞ്ഞു വിടുകയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നിങ്ങൾക്കിവിടെ ജോലി അറിയാമെങ്കിൽ ഞങ്ങളെ സഹായിച്ച് കൂടെ കൂടിക്കോളൂ. ആ അമ്മച്ചി പറയും, 14 വയസ്സ് മുതൽ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, എനിക്കിത് മാത്രമേ അറിയൂ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സഹായിയായിരിക്കും. അങ്ങനെ ഇവർ പ്രസ്സൊക്കെ വാങ്ങിച്ച് നിൽക്കുമ്പോഴാണ് ആ മൂത്ത മേസ്തിരി വരുന്നത്. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? വീണ്ടും കൊള്ളയടിച്ചോ? ഹീറോ പറയും, ഞങ്ങൾ ഈ പ്രസ് വാങ്ങിച്ചു, ആ പണം കൊണ്ടാണ് വാങ്ങിച്ചത്, ഇനി നോട്ടീസ് പ്രിന്റ് ചെയ്യാം. അത് കേൾക്കുമ്പോൾ മൂത്താശാരി, എന്നാ പിന്നെ ഈ പ്രസ് യൂണിയനിലേക്ക് കൈമാറ്, അവർ നോക്കി നടത്തട്ടെ, നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടത് അവർ ചെയ്തോളൂ. അത് കേട്ട് ഹീറോ പറയും, ഇതാരും നടത്തില്ല, ഇത് ഞാനാണ് റൺ ചെയ്യുന്നത്, ഞാനാണ് വാങ്ങിച്ചത്, ആരുടെയും നിയമങ്ങൾ അനുസരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനൊരു അനാർക്കിസ്റ്റാണ്. ഇത് കേട്ടുടനെ മൂത്ത മേസ്തിരി, അങ്ങനെ സ്വന്തം ധിക്കാരത്തിൽ പ്രവർത്തിക്കാനാണെങ്കിൽ നിനക്കിഷ്ടമുള്ളത് ചെയ്തോ, ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. സംഭവം ഹീറോയ്ക്ക് ഈ മൂത്ത മേസ്തിരി ഇഷ്ടമായിട്ടില്ല. കാരണം ഹീറോ വിചാരിക്കുന്നു അവസാന സമയത്ത് ഇവർ പോലീസിൽ കുടുങ്ങാൻ കാരണം ഈ മൂത്ത മേസ്തിരിയാണെന്ന്. അയാൾ തന്നെയാണ് എന്ന് ഹീറോ ഉറപ്പിച്ചു പറയും. ഈ സമയത്താണ് ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രിന്റ് ചെയ്ത കുറേയധികം നോട്ടീസുകൾ വാങ്ങിക്കാൻ വരുന്നത്. അതിൽ ആ സുന്ദരി ഹീറോയ്ക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പറ്റുമെങ്കിൽ നിങ്ങളും വന്ന് ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോകും. അത് അവരുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്ട്രൈക്കിന്റെ നോട്ടീസായിരുന്നു. പെണ്ണിനെ കണ്ട ഉടനെ ഹീറോയ്ക്ക് ഇഷ്ടമായി. പിറ്റേന്ന് തന്നെ ആ സ്ട്രൈക്കിന് ഹീറോ പോകുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടിയാണ്, ഹീറോയിനാണ് പ്രധാനമായിട്ട് പ്രസംഗമൊക്കെ പറയുന്നു. അവരുടെ കോളേജിൽ നടക്കുന്ന അനീതികളെക്കുറിച്ച് അവൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിനെതിരെ പ്രവർത്തിക്കണമെന്ന് പറയുന്നു. അപ്പൊ കൂടെ പഠിക്കുന്ന ഒരു ശല്യക്കാരൻ വസ്ത്രം മാറ്റി കാണിക്കടിയെന്നും പറഞ്ഞ് ഇവളെ ശല്യപ്പെടുത്തുന്നുണ്ട്. ദുൽഖർ സൽമാൻ അവനെ അടിച്ച് ഓടിക്കുന്നു. ഇത് കണ്ട ഹീറോയോടൊരു താല്പര്യം തോന്നുന്നുണ്ട്. അവൾ വന്ന് ഹീറോയോട് സംസാരിക്കുന്നു. ആ ശല്യക്കാരനെ പറഞ്ഞു വിട്ടതിന് നന്ദി, നിങ്ങളെ കണ്ടാൽ ഒരു സ്റ്റുഡന്റിന്റെ ലുക്കില്ലല്ലോ, കുറച്ച് പ്രായം കൂടിയ പോലെ തോന്നുന്നുണ്ടല്ലോ എന്നവൾ പറയുമ്പോൾ ഇവൻ നോട്ടീസ് കാണിച്ച്, ഇന്നലെ നിങ്ങളത് എനിക്ക് തന്നില്ലേ, ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്, എന്നെ ഓർമ്മയില്ല. അവൾക്ക് ഓർമ്മയില്ല, അവൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, എവിടെ വെച്ചാണ് നമ്മൾ കണ്ടത് എന്നവൾ ചോദിക്കും. ഹീറോ പറയും, പ്രസ്സിൽ വെച്ചിട്ട്. അത് വിട്ടോളൂ, കുഴപ്പമില്ല, നിങ്ങൾക്ക് അധികാരികളുടെ അനാവശ്യമായ ഓർഡറും ഇന്നിക്വാലിറ്റിയും പ്രീസ്റ്റുകളുടെയും പൊളിറ്റീഷ്യന്മാരുടെയും തന്നിഷ്ടപ്രകാരമുള്ള നിയമങ്ങളും അതെല്ലാം ഇഷ്ടമാണ് നിങ്ങൾക്ക്. അവൾ പറയും ഇഷ്ടമല്ലാന്ന്. അപ്പൊ ഹീറോ, എങ്കിൽ നീയും ഞങ്ങളിൽ ഒരാളാണ്, ഞങ്ങളുടെ അനാർക്കിസ്റ്റ് ഗ്രൂപ്പിലേക്ക് ചേരുന്നു. അവൾക്ക് മനസ്സിലാവില്ല, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ സമയത്ത് പോലീസുകാർ വന്ന് ഈ സ്ട്രൈക്ക് ചെയ്യുന്ന പിള്ളേരെ എല്ലാം അടിച്ചോടിക്കുന്നുണ്ട്. അതിലൊരു സ്മോക്ക് ഗ്രനേഡ് നമ്മുടെ പെണ്ണ് പോലീസുകാർക്ക് നേരെ തിരിച്ചെറിഞ്ഞിട്ട് ഇവർ ഓടാൻ തുടങ്ങും. ഓടുന്നതിന്റെ ഇടയ്ക്ക് ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് നേരത്തെ കിട്ടിയ അതേ സ്ഥലത്ത് തന്നെ ഒരു അടി മേടിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി അടി മേടിച്ച പയ്യൻ. ആ ഒരു സെന്റിമെന്റ് മതിയല്ലോ. അവൾ മുറിവിന് മരുന്നൊക്കെ വെച്ചു കൊടുത്തിട്ട് സ്നേഹത്തോടെ, നിങ്ങൾ ആരാണ് സുന്ദര? എനിക്ക് നിങ്ങളുടെ പേരറിയില്ലല്ലോ. ഹീറോ പറയും, എന്റെ പേര് ലൂസിയോ ഉർബത്ത, ഞാനൊരു ബിൽഡറാണ്, ഒരു അനാർക്കിസ്റ്റുമാണ്, പിന്നെ ഒരു സംഭവം കൂടിയാണ്, അത് പറഞ്ഞാൽ നീ പേടിക്കും. അവൾ പറയും, പറഞ്ഞോ, ഞാൻ ഒരുപാട് നേരത്തെ പേടിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ പേടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവൻ പറയും, ഞാൻ ബാങ്ക് റോബറാണ്, ബാങ്ക് കൊള്ളയടിക്കാരൻ, ഞങ്ങളുടെ അനാർക്കിസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അവൾ ശരിക്കും സത്യമായിട്ടും? അവൻ പറയും, അതെ, ഞങ്ങൾ എടുക്കുന്ന പണം പാവപ്പെട്ടവർക്കും ഗ്രൂപ്പിന് വേണ്ടി പോരാടുന്നവർക്കും കൊടുക്കും, അതാണ് ഞങ്ങളുടെ പ്രവർത്തനം. അപ്പൊ ഹീറോയും പറയും, എന്റെ പേര് അന്ന, ഞാൻ കൊള്ളയടിക്കാരിയല്ല, ഞാനൊരു ബയോളജി സ്റ്റുഡന്റ് ആണ്. രണ്ടുപേരും ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് ഹീറോനെ കൊണ്ടുപോകുന്നുണ്ട്. പാട്ടൊക്കെ വെച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് ഇവള് ഡാൻസ് കളിക്കാൻ ചെറുക്കനെ വിളിക്കും. അവൻ പറയും, എനിക്ക് അറിയില്ല, ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ ഡാൻസ് പഠിപ്പിച്ചിട്ട്, വലിയ കൊള്ളക്കാരനാണ്, എന്നാൽ പെൺകുട്ടികളെ കുറിച്ച് ഒന്നും അറിയില്ല, അവരെ വശീകരിക്കാൻ അറിയില്ല, അവരെ ഉമ്മ വയ്ക്കാൻ അറിയില്ല, ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവൾ ഉമ്മ കൊടുക്കുന്നുണ്ട്. തായോ, ഒന്നുകൂടെ തായോ. അങ്ങനെ രണ്ടുപേരും ഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ പോലീസുകാർ ഹീറോയുടെ ഓരോ അനക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ കൊസ്തല്ലോയും 2 പീസികളും ഹീറോയെ വിടുന്ന മട്ടില്ല. അപ്പൊ ഇവരുടെ മൂത്ത പോലീസ് കമ്മീഷണർ, നിന്റെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല, എന്നിട്ടൊരു മേസ്തിരി പണിക്കാരന്റെ പുറകെ നടക്കുകയാണോ? ഇവിടെ നാട്ടിൽ എന്തോരം കേസുകളുണ്ട്. കൊസ്തല്ലോ പറയും, സർ, അവനിപ്പോ വെക്കേഷനിലാണ്, തീർച്ചയായിട്ടും അവൻ കൊള്ളയടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അവന്റെ പുറകെ നടന്ന് പെട്രോൾ കളയാതെ ബാക്കിയുള്ള ജോലികൾ, ഇവിടെ പെൻഡിങ് കിടക്കുന്ന കേസുകൾ നോക്കാം, അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടാവുകയാണെങ്കിൽ, എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കമ്മീഷണർ കൊസ്തല്ലോയെ വഴിതിരിച്ചു വിടുന്നു. ഈ സമയത്ത് അമേരിക്കയും ഫ്രാൻസും തമ്മിലൊക്കെ
യുദ്ധം നടക്കുകയാണ്. അമേരിക്കയാണെങ്കിൽ ലോകത്തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. അവരെന്തൊക്കെയോ അവരുടെ തീരുമാനങ്ങൾ ഫ്രാൻസിലേക്ക് ഇമ്പോസ് ചെയ്യുന്നു. അമേരിക്കൻസ് യുദ്ധത്തിന് റെവല്യൂഷന് തയ്യാറാവുകയാണ്. അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. നമുക്ക് നോട്ടീസ് അടിക്കാമെന്ന് നമ്മുടെ ബഡ്ഡി മേസ്ത്രി പറയും. പക്ഷെ നോട്ടീസ് അടിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് ഹീറോ പറയുമ്പോൾ ആ കുഞ്ഞമ്മയില്ലേ, കുഞ്ഞമ്മ പറയും, നമുക്കൊരു പ്രിന്റിംഗ് ഷോപ്പ് കയ്യിലുണ്ട്. നോട്ടീസ് മാത്രമല്ല, നമുക്ക് ഡോക്യുമെന്റ്സുകൾ പ്രിന്റ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഫേക്ക് പാസ്പോർട്ടുകൾ പ്രിന്റ് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിലൂടെ എന്തെങ്കിലും റെവല്യൂഷൻ നടത്താൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്നിങ്ങനെ അമ്മച്ചി പറയുമ്പോൾ ഹീറോ ഡോളർ നോട്ട് പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു പരസ്യം കാണുന്നുണ്ട് TV-യിൽ. പിറ്റേ തന്നെ ഹീറോ തന്റെ അളിയനെ ചെന്ന് കാണുന്നു. അങ്ങേര് ഈ പ്രിന്റിംഗ് കമ്മട്ടൊക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രൊഫഷണലാണ്. എന്നാൽ ഇപ്പോൾ ജോലി നാളെ പിരിച്ചുവിട്ടിരിക്കുന്നു. 10-20 പേരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഹീറോയും ഹീറോയിനും കൂടി ചെന്ന് അളിയനെ കാണും. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യാമോ? നമ്മൾ ഡോളർ ഫോർജ് ചെയ്യാൻ പോവാണ്. ഡോളറിന്റെ കള്ളനോട്ട് അടിക്കാൻ പോകുന്നു. സമ്മതാണോ എന്ന് ഹീറോയിൻ ചോദിക്കും. അങ്ങേര് പേടിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, പോലീസ് പിടിക്കും. പോരാത്തതിന് നിന്റെ പെങ്ങൾ അറിയുകയാണെങ്കിൽ എന്നെ കൊന്നുകളയാവള്. ഹീറോ പറയും, അവൾ അറിയേണ്ട ആവശ്യമില്ല. ഓരോ വീക്കും ശമ്പളത്തേക്കാൾ കൂടുതൽ പണം വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഒരാണതല്ല ചെയ്യേണ്ടത്. ഒരു ജോലിയില്ലാതെ കാപ്പിയും കുടിച്ച് ഭാര്യയുടെ അപമാനവും താങ്ങി ഇവിടെ വന്ന് കോഫി ഷോപ്പിൽ ഇരിക്കുന്നതിലും ഭേദം ആഴ്ചയിൽ പണം കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. അതല്ലേ അവർക്ക് സന്തോഷം എന്ന് ഹീറോയും പറയും. അവസാനം പുള്ളിക്കാരെ സമ്മതിക്കുകയാണ്. ഒരു $100 നോട്ട് ഫോട്ടോ എടുത്തിട്ട് അതേപോലുള്ള കമ്മട്ടുണ്ടാക്കുന്ന പുള്ളി ഇവർ ആ കമ്മട്ടം പ്രിന്റിംഗ് ഷോപ്പിൽ കൊണ്ടുവന്ന് പ്രിന്റ് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് തവണ ശ്രമിച്ച് അവസാനം സെയിം ടു സെയിം ആയ തിരിച്ചറിയാൻ പറ്റാത്ത അടിപൊളി $100 നോട്ടുകൾ ഇവരുണ്ടാക്കി. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഇവർ കപ്പിളായി ഒരു ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന് ചേഞ്ച് വേണമെന്ന് പറയും. ഈ നാട്ടിലെ ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറയും. ക്യാഷ്യറും സംശയമൊന്നുമില്ലാതെ ആ നാടിന്റെ പണം എടുത്ത് കൊടുക്കുന്നുണ്ട്. സംഭവം സെറ്റായി. അങ്ങനെ അവർ വീണ്ടും വീണ്ടും പണം കൊടുത്ത് ഡോളർ കൊടുത്ത് ഈ നാട്ടിലെ പണം വാങ്ങിക്കുന്നു. എന്നിട്ട് പാവപ്പെട്ടവർക്കെല്ലാം ആ പണം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയും പറയുക താൻ പ്രഗ്നന്റ് ആണെന്ന്. അതിന്റെ സന്തോഷത്തിലായിരിക്കും ഹീറോ. അത് കഴിയുമ്പോൾ ഹീറോ നേരെ ചെന്ന് അംബാസഡറെ കാണുന്നുണ്ട്. ഇവരെ നാട്ടിലെ അംബാസഡറിനെ. സംഭവം അമേരിക്കയ്ക്കെതിരെ റെവല്യൂഷന് വേണ്ടിയിട്ടാണ്. അവൻ ഈ പണം കാണിച്ചു കൊടുത്തിട്ട് അംബാസഡറോട് പറയും, ഇതുപോലെ ഒരുപാട് മില്യൺസ് നമ്മൾ അടിച്ചിറക്കുകയാണെങ്കിൽ അമേരിക്കൻ ബാങ്ക് കൊളാപ്സ് ആവും. അവരുടെ സാമ്പത്തിക നില തകിടം മറിഞ്ഞു പോകും. നമ്മൾ ഫേക്ക് ലോകം മൊത്തം ഇറക്കണം. പിന്നെ അമേരിക്ക എന്ന ശക്തി നമ്മുടെ മുന്നിൽ മുട്ടുകുത്തും. ഇതിനെക്കുറിച്ച് നിങ്ങൾ അധികാരികളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അംബാസഡർ പറയും, അധികാരികളോട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ചെഗുവേര സോവിയറ്റ് യൂണിയന് വേണ്ടി ഒരു വിസിറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ പാരീസിലേക്ക് വരും. ആ സമയത്ത് നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യിക്കാം. ഹീറോ പറയും, മതി, ഞാൻ ചെഗുവേരയായിട്ട് നേരിട്ട് സംസാരിക്കാം. അങ്ങനെ ഹീറോ ബാഗ് നിറച്ചും ഡോളറുമായി ചെഗുവേരയെ കാണാൻ വരുന്ന സമയമായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. അങ്ങനെ ഹീറോ വന്ന് തന്റെ പേര് പറയും. അംബാസഡറിനെ മീറ്റ് ചെയ്യണം. അംബാസഡർ വിളിച്ചുകൊണ്ട് പോകുന്നു. ബാത്റൂമിലുണ്ട് ചെഗുവേര. അധികം സംസാരിക്കാൻ പാടില്ല. അങ്ങേരെന്തേലും പറയുകയാണെങ്കിൽ തിരിച്ചെതിർത്ത് പറയരുത്, തട്ടിക്കളയും. ഉള്ള കാര്യം പറഞ്ഞിട്ട് പുള്ളി എന്ത് പറയുന്നോ അതും കേട്ട് ഇറങ്ങി വരിക. 5 മിനിറ്റ് സമയമുള്ളൂ. ഭയങ്കര ബിൽഡപ്പാണ് സംഭവം. അണ്ണൻ ചെഗുവേരയെ കാണാൻ പോകുന്ന അകത്തേക്ക് ചെഗുവേര തിരിഞ്ഞു നിൽപ്പുണ്ട് മൂത്രമൊഴിച്ചുകൊണ്ട്. അവിടെ ഒരു സിഗാറും കത്തിക്കൊണ്ടിരിപ്പുണ്ടാവും. സംഭവം നല്ല വെയിറ്റാ. ലോകം തേടിക്കൊണ്ടിരിക്കുന്ന ആള്, ആരുടെയും കണ്ണിൽ പെടാത്ത വീരപ്പൻ, അയാളുമായി ഹീറോ കണ്ടുമുട്ടുന്നു.